എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചു. നിലവിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നിലവിൽ പറഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ടൈം കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് MG യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ മൊബൈൽ ഫോൺ വഴി നൽകാൻ സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ടോ, അതായത് MG യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട, അതുപോലെയുള്ള പലതരത്തിലുള്ള കോട്ടകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കോട്ടകളിലേക്കുള്ള അലോട്ട്മെന്റ് നടപടികൾ ഈ ഒരു പേജ് വഴി തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഡോക്യുമെന്റ്സുകൾ ഉണ്ടോ അതൊക്കെ കൃത്യമായിട്ട് അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അപേക്ഷ നൽകാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് നിങ്ങളുടെ +2 റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി +2 സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനാണ്. SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയോ ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തത് ആധാർ കാർഡ് നമ്പറാണ്. അടുത്ത് നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ നിർബന്ധമാണ്. ഇത് കട്ടായി പോവാതെ ഒരു മൊബൈൽ നമ്പർ ആയിരിക്കും ഉണ്ടാവേണ്ടത്. കാരണം ഈ ഒരു മൊബൈൽ നമ്പർ പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇമെയിൽ ID ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമാണ്. അടുത്തത് വിദ്യാർത്ഥികളുടെ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. SLC സർട്ടിഫിക്കറ്റ് നിങ്ങൾ ജനിച്ച പ്ലേസ് കേരളത്തിലുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട. അതുപോലെ തന്നെ അടുത്തത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതിന്റെ കൂടെ ഇൻകം സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇനി SC/BC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് ആദ്യം ഉണ്ടാക്കണമെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജവാന്മാരുടെ മക്കൾ, അതുപോലെ തന്നെ NCC, NSS, SPC, അതുപോലെ പലതരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ടാവും. അതുപോലെ മിശ്ര വിവാഹിതരുടെ മക്കൾ, ഇങ്ങനെ പലതരത്തിലുള്ള റിസർവേഷൻ ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള റിസർവേഷൻ ഉള്ളവർ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് കൂടി ആദ്യമേ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി അപേക്ഷ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോൺ വഴി എങ്ങനെ സമർപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫോൺ വഴി സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് തയ്യാറാക്കുക. ഇപ്പോൾ ജനറൽ കാറ്റഗറി വിഭാഗത്തിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് വേണം. എന്നാൽ ജനറൽ കാറ്റഗറിയിൽ യാതൊരുവിധ റിസർവേഷൻസ് ഒന്നും ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആകെ +2 സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ SLC +2 മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ +2 ആയിട്ട് എന്താണോ ഉള്ളത് അത്, അതുപോലെ തന്നെ നിങ്ങൾ SLCയുടെ ആ ഒരു മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി അല്ലെങ്കിൽ SLC സർട്ടിഫിക്കറ്റ് എന്താണോ കയ്യിലുള്ളത് അത്, അതുപോലെ തന്നെ നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അതായത് മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ ജനറൽ കാറ്റഗറി ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ഫോൺ വഴി തന്നെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ആദ്യം തന്നെ ഫോട്ടോ എടുത്തിട്ട് അത് വളരെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തിട്ട് അതിനെ PDF ആക്കി വെക്കാം. PDF ഏകദേശം അതായത് 100 KB അല്ലെങ്കിൽ 200 KB സൈസിലേക്ക് നിങ്ങൾ കംപ്രസ് ചെയ്യണം. അപ്പോൾ കംപ്രസ് ചെയ്യുന്ന സമയത്ത് വളരെ ക്ലാരിറ്റി, അത് ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആദ്യം PDF ആക്കിയിട്ട് വെക്കാം. കാരണം ഈ ഒരു അപേക്ഷയിൽ നിങ്ങൾ നിങ്ങളുടെ റിസർവേഷൻ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈ PDF ആയിട്ട് ആ ഫോട്ടോ എടുത്ത് PDF ആക്കി വെക്കണം എന്ന് പറയുന്നത്. ഇനി കംപ്രസ് ചെയ്ത് വെക്കണം എന്ന് പറയാൻ കാരണം കംപ്രസർ PDF കംപ്രസർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഒക്കെ പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടും. അപ്പോൾ അത് വെച്ച് കംപ്രസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓൺലൈൻ PDF കംപ്രസർ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു PDF-നെ കംപ്രസ് ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം ഏകദേശം 200 KB ആ ഒരു സൈസിലൊക്കെയാണ് സാധാരണ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുക. 200 KB കൂടുതലാണെങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഒരു cap.mgu.ac.in/UGCAP2026 എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത ശേഷം രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സിലേക്ക് ഓപ്ഷൻ കൊടുക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് സെലക്ട് ചെയ്ത ശേഷം പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സാണ് പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് ആ ഒരു കോഴ്സുകളുടെ നേരെയുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ കോളേജ് ഉണ്ട്, അവിടെ എന്തെങ്കിലും ആ ഒരു കോഴ്സിന് വല്ല സ്പെഷ്യലൈസേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ BCom ഒക്കെ ആണെങ്കിൽ BCom കോർപ്പറേഷൻ ടാക്സേഷൻ, അതുപോലെ തന്നെ ടൂർ ആൻഡ് ട്രാവൽസ്, ഇങ്ങനെ പലതരത്തിലുള്ള ഈ ഒരു സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉണ്ടാവും. ചില കോഴ്സുകൾക്ക് സ്പെഷ്യലൈസേഷൻ ഒന്നും ഇല്ലാത്ത കോഴ്സുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾക്ക് വല്ല സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ BSc കെമിസ്ട്രി ആണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, BSc കെമിസ്ട്രിയുടേത് നോക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില കോഴ്സുകൾക്ക് ബ്രാക്കറ്റിൽ SF എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കാണാം. അത് സെൽഫ് ഫിനാൻസ് കോഴ്സാണ്, അതിന് ഫീസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ BSc ഇപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത BSc ഹോണേഴ്സ് കെമിസ്ട്രി, അതിന് അവിടെ ഫീസ് കുറവായിരിക്കും. ഈ ഒരു കോളേജുകളൊക്കെ ഫീസ് കുറവായിരിക്കും. ഇവിടെ SF എന്ന് കൊടുത്തത് സെൽഫ് ഫിനാൻസ് കോഴ്സാണ്, അതിന് ഫീസ് കൂടുതലായിരിക്കും. ഈ ഒരു SF അല്ലാതെ സാധാരണ ഈ ഒരു കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തത് എയ്ഡഡ്, ഗവൺമെന്റ്, ഈ 2 വിഭാഗങ്ങളിലുള്ള കോളേജുകളായിരിക്കും ഉണ്ടാവുക. അതിന്റെ സ്പെഷ്യലൈസേഷൻ എന്തൊക്കെയാണ്, ഞാനിപ്പോൾ BSc കെമിസ്ട്രി സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ അതിന്റെ പെട്രോ കെമിക്കൽസ്, നാനോ കെമിസ്ട്രി, ഫോറൻസിക് കെമിസ്ട്രി, അതുപോലെ തന്നെ ചില കോഴ്സിന് ചില കോളേജിൽ അതിന് സ്പെഷ്യലൈസേഷൻ
സ്പെഷ്യലൈസേഷൻ ഒന്നുമില്ല, ഈ ഒരു ഇതിൽ ഇല്ലാതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇതിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് സ്പെഷ്യലൈസേഷൻ എന്ന് കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കോളേജിൻ്റെ ആ ഒരു ലിസ്റ്റ് ഞാൻ ഒന്ന് തയ്യാറാക്കി വെക്കുന്നു. അതുപോലെ എനിക്ക് വേറെ കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജിലാണുള്ളത് അതിൻ്റെ ലിസ്റ്റ് ഞാൻ ആദ്യമേ തയ്യാറാക്കി വെക്കുന്നു. ഇതിനുശേഷം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നേരെ ബാക്ക് ബട്ടൺ അടിച്ച് ഈ ഒരു പേജിലെ മെനു ബാർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്കൗണ്ട് ക്രിയേഷൻ, പിന്നീട് പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നീട് ഓപ്ഷൻ സെലക്ഷൻ, പിന്നീട് ഫീ പേയ്മെന്റ്, അതുപോലെ അപ്ലോഡ് സർട്ടിഫിക്കറ്റ്, പിന്നീട് ഫൈനൽ സബ്മിഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ കൊടുത്തത് കാണാൻ പറ്റും. ഇവിടെ സ്റ്റാർ ഇട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഈ ഒരു അപേക്ഷയിലുള്ളത് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൂരിപ്പിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പ്ലസ് ടുവിന്റെ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നത് അത് കറക്റ്റായിട്ട് കൊടുക്കുന്നു. ഇയർ ഓഫ് പാസിംഗ് ഏത് വർഷമാണ് പാസ്സായത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം പേര്, ആധാർ നമ്പർ, വീണ്ടും ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. പിന്നീട് എനിക്ക് വേണ്ട പാസ്വേഡ് എന്താണോ പാസ്വേഡ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അതോടൊപ്പം ഒരു പേപ്പറിൽ പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ, അതായത് ഇവിടെ കൊടുക്കുന്ന 2 തവണ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു നിശ്ചിത ക്യാരക്ടർ, സാധാരണ 8 ക്യാരക്ടർ പാസ്വേഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് അവിടെ പാസ്വേഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ രീതിയിൽ പരീക്ഷാ ബോർഡ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പരീക്ഷാ ബോർഡ് പല വിദ്യാർത്ഥികൾ പല തരത്തിലായിരിക്കും ബോർഡുകൾ ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഏത് ബോർഡിലാണ് പഠിച്ചത് അതിനനുസരിച്ച് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി ഒരു കേരള എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. കേരള എക്സാമിനേഷൻ ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി വീണ്ടും ഇതേ രീതിയിൽ നമ്മൾ ബോർഡ് വീണ്ടും കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഏത് ബോർഡിലാണ് പ്ലസ് ടു പഠിച്ചത് അതിനനുസരിച്ച് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ കാറ്റഗറി വെച്ചാൽ കാറ്റഗറി അനുസരിച്ചിട്ടാണ് ഫീസ് വരിക. SC/ST ആണെങ്കിൽ അതിനനുസരിച്ച് ഏകദേശം 300 രൂപയോളമാണ് ഫീസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ SC/BC, OBC, OEC വിഭാഗമൊക്കെ ആണെങ്കിൽ ജനറൽ, SC/BC, OEC ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വിഭാഗത്തിന് ടോട്ടൽ 600 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ റോബോട്ടല്ലാന്ന് തെളിയിക്കാനായിട്ട് ഇവിടെ 2+1 എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ 3 എന്ന് ആൻസർ ചെയ്യുന്നു. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിൽ സ്റ്റാർ ഇട്ട ഭാഗമൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും സ്റ്റാർ ഇട്ടിന്, അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗം കൃത്യമായിട്ട് തന്നെ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ബാക്കി സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ രീതിയിൽ ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിന്നീടുള്ളത് അടുത്തത് രണ്ടാമത്തേതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അതായത് നിങ്ങളുടെ പേര് കൊടുക്കണം, അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ, അതുപോലെ ആധാർ നമ്പർ, അതൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കൊടുത്തത് അവിടെ ഓട്ടോമാറ്റിക്കലി വരും. അതിനുശേഷം പിന്നീട് റിലീജിയൻ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ ഫാദർ നെയിം, നാഷണാലിറ്റി, അതുപോലെ ആനുവൽ ഇൻകം എത്രയാണെന്നുള്ളത്, ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അടുത്തത് അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ വീട്ടുപേര്, പ്ലേസ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പിൻകോഡ് എന്നിവയും അത് സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ, അതായത് പ്രസന്റ് അഡ്രസ്സ് സെയിം തന്നെയാണ്, പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അവിടെ സെയിം ആസ് പ്രസന്റ് അഡ്രസ്സ് എന്ന് കൊടുക്കാം. ഇനി അതല്ല നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് ചേഞ്ച് ആണ്, പ്രസന്റ് അഡ്രസ്സും ചേഞ്ച് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു പെർമനന്റ് അഡ്രസ്സ് എന്താണോ പ്രസന്റ് അഡ്രസ്സ് എന്താണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കുള്ള ബാക്കി ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ ഒരു ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ബോണസ് മാർക്ക് എൻട്രി ആണ് അടുത്തതായിട്ട് വരുന്നത്. ബോണസ് മാർക്ക് എൻട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്തത് NCC, അതുപോലെ NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതുപോലെ തന്നെ രാജ്യപുരസ്കാർ, അതുപോലെ തന്നെ നന്മ മുദ്ര, അതുപോലെ തന്നെ SPC എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് പ്ലസ് ടു അല്ലെങ്കിൽ ഇക്വലൻസി വിഭാഗം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഏതിനാണുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ആർ യു ദ എൻറ്റൈറ്റിൽഡ് ബോണൽ, അതായത് നിങ്ങൾക്ക് എക്സ് സർവീസ്മാൻ്റെ ആ ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബോണസ് മാർക്ക് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ആപ്ലിക്കബിൾ സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ തന്നെ നിർത്താൻ മതിയാവും. ഇനി അടുത്തത് ഡു യു ഹാവ് സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് മിനിമം അറ്റ് റവന്യൂ ഡിസ്ട്രിക്ട് ലെവൽ ചാമ്പ്യൻ ഓഫ് പ്ലസ് ടു ലെവൽ. അത് നിങ്ങൾ പ്ലസ് ടു ലെവൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റവന്യൂ ജില്ലയിൽ ഒരു സ്പോർട്സ് ഇനത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ആപ്ലിക്കബിൾ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതേപോലെ ഡീഫോൾട്ട് ആയിട്ട് നോട്ട് ആപ്ലിക്കബിൾ തന്നെ വെക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ അത് ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇയർ ഓഫ് പാസിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ബോർഡിൽ നിന്നാണ് പാസ്സായത്, പ്ലസ് ടു പാസ്സായത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഏത് സ്ട്രീമാണ്, സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ എത്രാമത്തെ ചാൻസ് ആണ് നിങ്ങൾ പരീക്ഷ പാസ്സായത്. ഒരു തവണ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ പാസ്സായതാണെങ്കിൽ അവിടെ ചാൻസ് നമ്പർ 1 സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒന്നിലധികം പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൽ നമ്പർ ഓഫ് ചാൻസ് ഉണ്ടാവും, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതവിടെ എഴുതാവുന്നതാണ്. ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തത് മാർക്ക് എൻട്രി ആണ്. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ഒരു ഇംഗ്ലീഷാണ്, സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ്. ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതേപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇനി ഇതിന് ശേഷം അതിന് ലഭിച്ചിട്ടുള്ള ആ ഒരു വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക്, ആ ഒരു വിഷയത്തിൻ്റെ ടോട്ടൽ മാർക്ക് എത്രയാണെന്നുള്ളത് ഇവിടെ മാർക്ക് സെക്യൂർഡ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഗ്രാൻഡ് ടോട്ടലായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കാണ്. ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടോട്ടൽ മാർക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ മാക്സിമം മാർക്ക് 200 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇനി അടുത്തതായിട്ട്
ഇവിടെ ചോദിക്കുന്നുണ്ട് വെദർ യു ഹാവ് നോൺ ഇൻ അറബിക് തമിഴ് സംസ്കൃത് ആൻഡ് സ്റ്റഡീഡ് അറബിക് അറ്റ് +2 ലെവൽ ഓർ തമിഴ് അറ്റ് SLC ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ. അതായത് നിങ്ങൾ തമിഴോ അറബിക്കോ അല്ലെങ്കിൽ സംസ്കൃതോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് +2 ലെവലിൽ. അതുപോലെ തന്നെ തമിഴ് നിങ്ങൾ SLC വിഭാഗത്തിൽ നിങ്ങൾ തമിഴ് പഠിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ആപ്ലിക്കബിൾ എന്നും അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അപ്ഡേറ്റ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീടുള്ളത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ 1 ഓപ്ഷൻ 2 ഈ രീതിയിൽ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണത്തിൽ ബേസിക് ആയിട്ട് ഇവിടെ 3 ഓപ്ഷൻസ് ആണ് ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു കോളേജ് കോഴ്സ് നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ 1 എന്നുള്ളത് ഏത് കോഴ്സാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് സ്പെഷ്യലൈസേഷൻ വല്ലതും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് സ്പെഷ്യലൈസേഷൻ ഏതൊക്കെ കോളേജ് ഉണ്ടോ അതിനനുസരിച്ച് കോളേജ് കാണാൻ പറ്റും. അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ആ ഒരു കോളേജ് എയ്ഡഡ് ആണോ സെൽഫ് ഫിനാൻസ് ആണോ എന്നുള്ളത് അവിടെ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഈ രീതിയിൽ ഓരോ ഓപ്ഷൻസ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് ശേഷം മൂന്നാമത്തെ ഓപ്ഷന് ശേഷം വീണ്ടും കുറേ ഓപ്ഷൻ കൂട്ടിച്ചേർക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് 1 മോർ ഓപ്ഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് കൂടി ഇതേപോലെ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ വീണ്ടും ആ ഒരു ഓപ്ഷൻ നൽകിയ ശേഷം വീണ്ടും പുതിയ ഓപ്ഷൻ അടുത്തതായിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് കൊടുക്കാനായിട്ട് വീണ്ടും ആഡ് മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഓപ്ഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടോ അതിനനുസരിച്ച് ഓപ്ഷൻ കൊടുക്കാം. സാധാരണ 20 ഓപ്ഷനാണ് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവാറുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു 10 ഓപ്ഷൻ അങ്ങനെ കൊടുത്തു. അതിനുശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പോൾ നിങ്ങൾ നൽകിയ ഓപ്ഷൻസിൽ ഏതെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ആ ഒരു ഓപ്ഷൻ്റെ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് കോഴ്സ് മാറ്റണമെങ്കിലോ കോളേജ് മാറ്റണമെങ്കിലോ ആ ഒരു താഴോട്ടുള്ള ഈ ഒരു എറോ സിമ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ എന്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവസാനം സേവ് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ സേവ് ചെയ്യണം. ഇങ്ങനെ ഓപ്ഷൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീ പേയ്മെന്റ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പൈസയാണോ ഫീസ് വരുന്നത് ആ ഒരു പൈസ നിങ്ങൾ അവിടെ പിന്നീട് ആ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പേ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വിദ്യാർത്ഥികൾക്ക് പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ അത് നിങ്ങൾ നൽകിയ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏത് ഭാഗത്താണോ തെറ്റുള്ളത് അത് കറക്റ്റായിട്ട് ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് തിരുത്താവുന്നതാണ്. അതിനുശേഷം വീണ്ടും പേയ്മെന്റ് അത് സേവ് ചെയ്ത ശേഷം പിന്നീട് പേയ്മെന്റ് ഓപ്ഷനിലേക്ക് വീണ്ടും വരാവുന്നതും പിന്നീട് ആ ഒരു പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങളുടെ +2 റിസൾട്ടിന്റെ പ്രിന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നിലധികം റിസൾട്ട് പ്രിന്റ് ഔട്ട്, അതായത് ഇപ്പോൾ കമ്പാർട്ട്മെന്റ് ഭാഗത്തിലൊക്കെ +2 ജയിച്ചവരാണെങ്കിൽ മുമ്പത്തെ റിസൾട്ട് ഉണ്ടാവും, ഇപ്പോഴത്തെ റിസൾട്ട് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ആ ഒരു 2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ 2 സർട്ടിഫിക്കറ്റ് 2 മാർക്ക് ലിസ്റ്റ് ഫോട്ടോ എടുത്ത് ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ 2 സർട്ടിഫിക്കറ്റിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏത് സർട്ടിഫിക്കറ്റ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് അത് അനുസരിച്ച് നിങ്ങൾ ആ ഒരു അതിന് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് ഏത് സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്ത് അത് ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ചൂസ് ഫയൽ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഡോക്യുമെന്റ് എന്താണോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ ആ ഒരു നിങ്ങൾ ഏത് ഫയലിലാണോ സൂക്ഷിച്ച് വെച്ചത് ആ ഒരു PDF അത് നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു വ്യൂ അപ്ലോഡഡ് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് കറക്റ്റ് ആണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ശേഷം അപ്ലോഡ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതായത് അപ്ഡേറ്റ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം അവസാനമുള്ളതാണ് ഈ രീതിയിൽ ഫൈനൽ ആയിട്ടുള്ള കൺഫർമേഷൻ. ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് അതുപോലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പിന്നീട് താഴെയുള്ള ഒരു ചെക്ക് ബോക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അതായത് ഇതേപോലെ സ്റ്റെപ്പ് ഫോർ അപ്ലൈങ് സ്പോർട്സ് ഓർ കൾച്ചറൽ ഓർ PD കോട്ട ഓർ കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട സീറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എഡിറ്റ് ബിഫോർ സബ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫൈനൽ സബ്മിഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോട്ട നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയോ കൾച്ചറൽ കോട്ടയോ ആ ഒരു കോട്ടകളിലേക്ക് നിങ്ങൾക്ക് ഒരു അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു ലോഗൌട്ട് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളോട് ചോദിക്കും, അതായത് ഡു യു വിഷ് ടു അപ്ലൈ ഫോർ സ്പോർട്സ് ഓർ കൾച്ചറൽ ഓർ PD കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡു യു വിഷ് ടു അപ്ലൈ ഫോർ കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട ഇൻ എയ്ഡഡ് കോളേജസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതായത് നിങ്ങൾക്കിപ്പോൾ സ്പോർട്സ് കൾച്ചർ അല്ലെങ്കിൽ PD കോട്ടയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള യെസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അതേസമയം നിങ്ങൾക്കിപ്പോൾ അതിന് അപ്ലൈ ചെയ്തു അതിനുശേഷം പിന്നീട് കമ്മ്യൂണിറ്റി കോട്ട അതായത് എയ്ഡഡ് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ട സീറ്റിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു യെസിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ബാക്കി സ്റ്റെപ്പുകൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് അതായത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾ ഏത് കോട്ടയാണോ സെലക്ട് ചെയ്തത് സ്പോർട്സ് ഓർ കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് ഓർ കൾച്ചറൽ ഓർ ഇവന്റ് ഓർ നേച്ചർ ഓഫ് ഡിസബിലിറ്റി ഇതുപോലുള്ള കോട്ടയാണ് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾ ഏത് കോട്ടയിലാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു കോട്ട സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് സ്പോർട്സ് കോട്ടയിലുമുണ്ട് നിങ്ങൾക്കിപ്പോൾ കൾച്ചറൽ കോട്ടയും കൊടുക്കണമെങ്കിൽ ഇവിടെ ആഡ് അഡീഷണൽ ഇവന്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനായിട്ട് ആ ഒരു കൾച്ചറൽ കോട്ട സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതേ രീതിയിൽ തന്നെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക്
ഇതേ രീതിയിൽ വേണ്ട ഓപ്ഷൻസ്, അതായത് ആ ഒരു കോട്ടയിലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓപ്ഷൻസ് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ സ്പോർട്സ് കോട്ട, കൾച്ചർ കോട്ട, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോട്ടകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോട്ടകളിലേക്കും നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മെറിറ്റ് കോട്ടയിലും സെപ്പറേറ്റ് ഓപ്ഷൻ കൊടുക്കണം, കമ്മ്യൂണിറ്റി കോട്ടയിലും സെപ്പറേറ്റ് ഓപ്ഷൻ കൊടുക്കണം, സ്പോർട്സ് കോട്ടയിലും സെപ്പറേറ്റ്, സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ കൾച്ചർ കോട്ട, PD കോട്ട, ഈ 3 കോട്ടകളിലും ഇപ്പോൾ ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരുമിച്ച് നിങ്ങൾക്ക് ആ ഒരു കോട്ടയിലേക്ക് ഓപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. കമ്മ്യൂണിറ്റി കോട്ടയിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓപ്ഷൻസ് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.